ഹായ് മക്കളെ, നമസ്കാരം. നമ്മുടെ 8ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലി മലയാള സെക്കൻഡിലെ യൂണിറ്റ് 3-ൽ നിന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. ഓരോ പാഠഭാഗമല്ല നമ്മൾ പരിശോധിക്കുന്നത്, ആ യൂണിറ്റിൽ നിന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പ്രസക്തമായ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും പരിശോധിക്കുന്ന ഈ വീഡിയോയിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട മക്കൾക്ക് സ്വാഗതം. എല്ലാവരും ചാനൽ എന്ത് ചെയ്തേക്കുക, സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ ഉടനെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ എഴുതാൻ എന്ത് ചെയ്യരുത്, മറന്നേക്കരുത്. സെറ്റല്ലേ? സെറ്റ്. ക്ലാസ് 8 മലയാള സെക്കൻഡ് യൂണിറ്റ് 3 പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും. മഴയത്ത് ഉതിരുന്ന പവിഴമല്ലിപ്പൂക്കൾ മുറ്റത്തേക്കല്ല ഉയിരിലേക്കാണ് വീഴുന്നത്. മഴയത്ത് ഉതിരുന്ന പവിഴമല്ലിപ്പൂക്കൾ മുറ്റത്തേക്കല്ല ഉയിരിലേക്കാണ് വീഴുന്നത്. ഈ വാക്യത്തിന്റെ സവിശേഷതകൾ എന്തെല്ലാം? ഇങ്ങനൊരു ചോദ്യം നമ്മൾ കേട്ട് പരിചയമുണ്ടോ? നനയാത്ത മഴ. മഴയത്ത് ഉതിരുന്ന പവിഴമല്ലിപ്പൂക്കൾ മുറ്റത്തേക്കല്ല ഉയിരിലേക്കാണ് വീഴുന്നത്. ഈ വാക്യത്തിന്റെ സവിശേഷതകൾ എന്തെല്ലാം? മഴ പെയ്തു കഴിഞ്ഞ് മരക്കൊമ്പുകളിലെ മഴത്തുള്ളികൾ പൂക്കൾ കൊഴിഞ്ഞു വീഴുന്നത് പോലെ താഴേക്ക് പതിക്കുന്നു. മഴ പെയ്തു കഴിഞ്ഞ് മരക്കൊമ്പുകളിലെ മഴത്തുള്ളികൾ പൂക്കൾ കൊഴിഞ്ഞു വീഴുന്നത് പോലെ താഴേക്ക് പതിക്കുന്നു. മഴത്തുള്ളികളെ പവിഴമല്ലിപ്പൂവിനോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു. നിലത്തേക്ക് പതിക്കുന്ന മഴത്തുള്ളികൾ പവിഴമല്ലിപ്പൂക്കൾ വിധാനിച്ചതുപോലെ അനുഭവപ്പെടുന്നു. പവിഴമല്ലിപ്പൂവിൻ്റെ വെണ്മ ആ മഴത്തുള്ളികൾക്കുണ്ട്. മഴയത്ത് ഉതിരുന്ന പവിഴമല്ലിപ്പൂക്കൾ മുറ്റത്തേക്കല്ല ഉയിരിലേക്കാണ് വീഴുന്നത് എന്ന വാക്കുകളിലൂടെ മഴയോടുള്ള എഴുത്തുകാരിയുടെ ആത്മബന്ധം വെളിവാകുന്നു. ഇനി അപ്പൊ നനയാത്ത മഴ എന്ന പാഠഭാഗത്തിൽ പ്രിയ AS-ന് എങ്ങനെയാണ് ഈ മഴ അനുഭവപ്പെട്ടത് എന്ന് വ്യക്തമാക്കുന്ന ഉത്തരം. ദെൻ നെക്സ്റ്റ്, മഴ എഴുത്തുകാരിക്ക് ഒരു പ്രകൃതി പ്രതിഭാസമല്ല, ജീവിതത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് വിലയിരുത്തുക. മഴ എഴുത്തുകാരിക്ക് ഒരു പ്രകൃതി പ്രതിഭാസമല്ല, ജീവിതത്തിന്റെ ഭാഗം തന്നെയാണ് വിലയിരുത്തുക. നോക്കുക, മഴ അനുഭവത്തിന്റെ ഹൃദ്യമായ ആവിഷ്കാരമാണ് പ്രിയ AS-ന്റെ നനയാത്ത മഴ എന്ന അനുഭവക്കുറിപ്പ്. മഴ അനുഭവത്തിന്റെ ഹൃദ്യമായ ആവിഷ്കാരമാണ് പ്രിയ AS-ന്റെ നനയാത്ത മഴ എന്ന അനുഭവക്കുറിപ്പ്. മഴയുടെ വ്യത്യസ്ത ഭാവങ്ങളും മഴ ഇഷ്ടപ്പെടാനുള്ള സാഹചര്യവും മനോഹരമായി അവതരിപ്പിച്ചിരിക്കുന്നു. എഴുത്തുകാരിക്ക് മഴ ഒരു പ്രകൃതി പ്രതിഭാസമല്ല, ഏറ്റവും അടുത്ത സുഹൃത്തും ബന്ധുവുമൊക്കെയാണ്. മഴയുടെ വിവിധ ഭാവങ്ങൾ എഴുത്തുകാരിയുടെ ഭാവമായി മാറുന്നു. സ്നേഹമായും സാന്ത്വനമായും ഭയമായും നാശമായും വികാരമായും സുഹൃത്തായും മഴ പ്രത്യക്ഷപ്പെടുന്നു. ശാരീരികമായ അവശതകൾ മറക്കാനുള്ള ഉപാധിയായി മഴ മാറുന്നു. തൻ്റെ സന്തോഷത്തിലും സങ്കടത്തിലും വേദനയിലുമെല്ലാം മഴ കൂടെ ഉണ്ടായിരുന്നുവെന്ന് എഴുത്തുകാരി തിരിച്ചറിയുന്നു. സെറ്റാണോ? മഴ അനുഭവത്തിന്റെ ഹൃദ്യമായ ആവിഷ്കാരമാണ് പ്രിയ AS-ന്റെ നനയാത്ത മഴ എന്ന അനുഭവക്കുറിപ്പ്. മഴയുടെ വ്യത്യസ്ത ഭാവങ്ങളും മഴ ഇഷ്ടപ്പെടാനുള്ള സാഹചര്യവും മനോഹരമായി അവതരിപ്പിച്ചിരിക്കുന്നു. എഴുത്തുകാരിക്ക് മഴ ഒരു പ്രകൃതി പ്രതിഭാസമല്ല, ഏറ്റവും അടുത്ത സുഹൃത്തും ബന്ധുവുമൊക്കെയാണ്. മഴയുടെ വിവിധ ഭാവങ്ങൾ എഴുത്തുകാരിയുടെ ഭാവമായി മാറുന്നു. സ്നേഹമായും സാന്ത്വനമായും ഭയമായും നാശമായും വികാരമായും സുഹൃത്തായും മഴ പ്രത്യക്ഷപ്പെടുന്നു. ശാരീരികമായ അവശതകൾ മറക്കാനുള്ള ഉപാധിയായി മഴ മാറുന്നു. തൻ്റെ സന്തോഷത്തിലും സങ്കടത്തിലും വേദനയിലുമെല്ലാം മഴ കൂടെ ഉണ്ടായിരുന്നു എന്ന് എഴുത്തുകാരി തിരിച്ചറിയുന്നു. സെറ്റല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒന്നും ചേർന്നാൽ ഇമ്മിണി വല്യ ഒന്ന് എന്ന ആശയം കവിതയിൽ അവതരിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഒന്നും ചേർന്നാൽ ഇമ്മിണി വല്യ ഒന്ന് എന്ന ആശയം കവിതയിൽ അവതരിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഗണിതശാസ്ത്ര പ്രകാരം ഒന്നും ചേരുമ്പോൾ 2 ആകും. സാധാരണ കണക്ക് പ്രകാരം ഒന്നും ചേർന്നാൽ 2 ആണ്. എന്നാൽ ഒന്നും ചേർന്നാൽ 2 ആകും എന്ന ചിന്ത ശരിയല്ല എന്ന കാഴ്ചപ്പാടായിരുന്നു ബഷീറിനുണ്ടായിരുന്നത്. സത്യം സത്യത്തോട് ചേരുമ്പോൾ അത് വലിയ സത്യമായി തീരുന്നു. എല്ലാം ഒന്നാണെന്ന ഭാവമാണ് അദ്വൈതം. ആ അദ്വൈതമാണ് ഈ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിന് ആധാരം. ഇവിടെ അദ്വൈതം എന്നാണ് കേട്ടോ മക്കളെ, ഓർക്കുക ഓർക്കുക. അദ്വൈതം ഇവിടെയും. ആ അദ്വൈതമാണ് ഈ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിന് ആധാരം. പുഴയും ചേർന്ന് ആനന്ദക്കടലാകുന്നത് പോലെ ഹിന്ദുവും മുസൽമാനും എല്ലാവരും ഒന്നിക്കുന്ന സഹജീവി സ്നേഹത്തിൽ അധിഷ്ഠിതമായ വിശാല കാഴ്ചപ്പാടായിരുന്നു ബഷീറിനുണ്ടായിരുന്നത്.
സെറ്റാണോ? ഗണിതശാസ്ത്ര പ്രകാരം ഒന്നും ഒന്നും ചേരുമ്പോൾ രണ്ടാകും. ഒന്നും ഒന്നും ചേർന്നാൽ രണ്ടാകും എന്ന ചിന്ത ശരിയല്ല എന്ന കാഴ്ചപ്പാടായിരുന്നു ബഷീറിനുണ്ടായിരുന്നത്. സത്യം സത്യത്തോട് ചേരുമ്പോൾ അത് വലിയ സത്യമായി തീരുന്നു. എല്ലാം ഒന്നാണെന്ന ഭാവമാണ് അദ്വൈതം. അദ്വൈതം ഈ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിന് ആധാരം. പുഴയും ചേർന്ന് ആനന്ദക്കടലാകുന്നത് പോലെ ഹിന്ദുവും മുസൽമാനും എല്ലാവരും ഒന്നിക്കുന്ന സഹജീവി സ്നേഹത്തിൽ അധിഷ്ഠിതമായ വിശാല കാഴ്ചപ്പാടായിരുന്നു ബഷീറിനുണ്ടായിരുന്നത്. സെറ്റ്. ദെൻ നെക്സ്റ്റ്, ബഷീർ എന്ന ബല്യ ഒന്ന് എന്ന ശീർഷകത്തിന്റെ ഔചിത്യം പരിശോധിക്കുക. ബഷീർ എന്ന ബല്യ ഒന്ന് എന്ന ശീർഷകത്തിന്റെ ഔചിത്യം പരിശോധിക്കുക. പ്രപഞ്ച സ്നേഹവും സഹജീവികളോടുള്ള കാരുണ്യവും ബഷീർ കൃതികളിൽ എങ്ങും കാണാൻ കഴിയും. പ്രകൃതിയിലെ സർവചരാചരങ്ങളെയും സമഭാവനയോടെ കാണാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ട്. പ്രപഞ്ച സ്നേഹിയും മനുഷ്യ സ്നേഹിയുമാണ് അദ്ദേഹം. ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് ഒരേ ഒരു ചൈതന്യമാണെന്ന് ബഷീർ തന്റെ കൃതികളിലൂടെ വ്യക്തമാക്കുന്നു. ഒന്നും ചേർന്നാൽ രണ്ടാകും എന്ന ചിന്ത ശരിയല്ല എന്ന കാഴ്ചപ്പാടായിരുന്നു ബഷീറിനുണ്ടായിരുന്നത്. ഹിന്ദുവും മുസൽമാനും എല്ലാവരും ഒന്നിക്കുന്ന സഹജീവി സ്നേഹത്തിൽ അധിഷ്ഠിതമായ വിശാല കാഴ്ചപ്പാടായിരുന്നു അദ്ദേഹത്തിൻ്റെത്. സെറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വസ്ത്രം ആവശ്യത്തിനാണ്, ആഡംബരത്തിനല്ല. അഭിപ്രായക്കുറിപ്പ് തയ്യാറാക്കുക. ഏത് പാഠമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു? കുപ്പായം. വസ്ത്രം ആവശ്യത്തിനാണ്, ആഡംബരത്തിനല്ല. അഭിപ്രായക്കുറിപ്പ് തയ്യാറാക്കുക. മറ്റെന്തിനേക്കാളും വസ്ത്രത്തിന് പ്രാധാന്യം നൽകുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഓരോ വിശേഷാവസരങ്ങളിലും വില കൂടിയ വസ്ത്രങ്ങൾ ധരിക്കാൻ ആളുകൾ മത്സരിക്കുന്നു. വസ്ത്രധാരണ രീതിയെ അടിസ്ഥാനമാക്കി ആളുകളെ വിലയിരുത്തുന്നു. പുതിയ തലമുറയെ ഒന്നാകെ ഫാഷൻ ഭ്രമം കൂടിയിരിക്കുകയാണ്. ദിവസേന മാറുന്ന ഫാഷനുകൾക്കനുസരിച്ച് വസ്ത്രങ്ങൾ മാറി മാറി വാങ്ങുന്നു. ആഡംബര വസ്തുക്കൾ പോലെ വസ്ത്രധാരണവും പൊങ്ങച്ച സംസ്കാരത്തിന്റെ ഭാഗമായി തീർന്നിരിക്കുന്നു. വസ്ത്രധാരണത്തിന്റെ അടിസ്ഥാനത്തിൽ ആരെയും വിലയിരുത്തുന്നത് ശരിയല്ല. ഒരാളുടെ മഹത്വം വെളിവാകുന്നത് അയാളുടെ പെരുമാറ്റത്തിലൂടെയാണ്. മഹാത്മാഗാന്ധി, മദർ തെരേസ തുടങ്ങിയ അനേകം മഹാത്മാക്കൾ ലളിതമായ വസ്ത്രധാരണ രീതി പിന്തുടർന്ന് ലോകത്തിനാകെ മാതൃകയായവരാണ്. ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാത്ത അനേകം പേർ നമുക്ക് ചുറ്റിലുമുണ്ട്. വസ്ത്രത്തിന് അനാവശ്യമായി പണം ചെലവഴിക്കുമ്പോൾ നാം അവരെക്കുറിച്ച് ചിന്തിക്കുക, ഓർക്കുക. വസ്ത്രം ആവശ്യത്തിനാണ്, ആഡംബരത്തിന് ല്ല. സെറ്റ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ, ഇത്രയും ചോദ്യോത്തരങ്ങൾ മൂന്നാമത്തെ യൂണിറ്റിൽ നിന്ന് എന്ത് ചെയ്യുക മക്കൾ സെറ്റാക്കി വെക്കുക. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. ഓക്കെ, താങ്ക് യു.